ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ടു സ്പീച്ച് ഇതാണ്. ഒരു ടെക്സ്റ്റിനെ സ്പീച്ച് ആക്കി മാറ്റാനുള്ള ഇതാണ് ഒരു ടെസ്റ്റ്. അത് സ്പീച്ചാക്കി മാറ്റും. അത് നമുക്ക് നെറ്റ് കണക്ട് ചെയ്യേണ്ടതുകൊണ്ട് നെറ്റ് കണക്ട് ചെയ്താലേ അത് മാറുകയുള്ളൂ. അപ്പോൾ നമ്മളവിടെ അതിന് ഉപയോഗിക്കുന്ന ലൈബ്രറി GTTS എന്ന് പറയുന്ന ലൈബ്രറിയാണ്. അത് നമ്മൾ ഫ്രം GTTS ഇമ്പോർട്ട് GTTS. ഈ GTTS എന്ന് പറഞ്ഞാൽ ഇത് സ്മോൾ ലെറ്ററും ബാക്കി മൂന്നും ക്യാപിറ്റൽ ലെറ്ററുമാണ്. GTTS എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്താലേ നമ്മൾ എഴുതി കൊടുക്കുന്ന ടെക്സ്റ്റ് സ്പീച്ചാക്കി മാറ്റുകയുള്ളൂ. ആ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഫയലിൽ പോവുക, നമ്മൾ സെറ്റിങ്സ് എടുക്കുക, ഇവിടുത്തെ ഈ പ്ലസ്സിൽ കൊടുക്കുക, ഇവിടെ GTTS കൊടുക്കുക. GTTS കണ്ട ഇത് വന്നു. എന്നിട്ട് ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് പറയുക. അപ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് പാക്കേജ് ഇൻസ്റ്റാൾ. ഞാനിവിടെ ഓൾറെഡി ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാക്കേജ് GTTS ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു, ഇത് ഓക്കെ അടിക്കുക. എന്നിട്ടാണ് ഫ്രം GTTS ഇമ്പോർട്ട് GTTS. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ടെക്സ്റ്റ് പ്ലേ ചെയ്യാനായിട്ട് ഒരു ഓഡിയോ പ്ലെയറും വേണം. അത് ഇമ്പോർട്ട് OS എന്ന് പറയുന്ന ലൈബ്രറിയും ഇമ്പോർട്ട് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കണം, ഇൻസ്റ്റാൾ ചെയ്ത്. ഈ ഇമ്പോർട്ട് OS എന്നുള്ളത് മിക്കവാറും ബിൽറ്റിനായിട്ട് ലൈബ്രറി ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇതെന്തായാലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം, ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഈ OS ഉപയോഗിക്കുന്നത് ഓഡിയോ പ്ലേ ചെയ്യാനായിട്ടാണ്. നമ്മുടെ ഡീഫാൾട്ട് ഓഡിയോ പ്ലെയറിലാണ് അത് പ്ലേ ചെയ്യുക. ഇനി ഈ ടെക്സ്റ്റാണ് സ്പീച്ചാക്കി മാറ്റുന്നത്. ടെക്സ്റ്റ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഈ ടെക്സ്റ്റാണ് സ്പീച്ചാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ടെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എന്താണെന്ന് പറയണം, സ്പീച്ചാക്കി മാറ്റേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് പറയണം. അത് കഴിഞ്ഞ് ലാംഗ്വേജ്, ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നമ്മൾ ഈ ടെക്സ്റ്റ് സ്പീച്ചാക്കി മാറ്റുന്നത്. ദെൻ സ്പീച്ച് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് GTTS നമ്മൾ ഓഡിയോ സ്റ്റോർ ചെയ്യുവാണ്. GTTS ഉപയോഗിച്ച് നമ്മൾ ടെക്സ്റ്റ് സ്പീച്ചാക്കി മാറ്റി സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഈ GTTSന് 3 പാരാമീറ്റേഴ്സാണുള്ളത്. ഒന്ന് ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഏത് ഇതാണ് ഫയലാണോ റൈറ്റിങ്സ് ആണോ നമുക്ക് സ്പീച്ചാക്കി മാറ്റേണ്ടത്, അതാണ് ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ സ്പീച്ചാക്കി മാറ്റേണ്ട ടെക്സ്റ്റിനെയാണ് നമ്മളിവിടെ ടെക്സ്റ്റ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജാണ്. ലാംഗ്വേജ് ഏതാണെന്നാണ് പറയേണ്ടത്. ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ലാംഗ്വേജ് രണ്ടാമത്തെ പാരാമീറ്റർ ലാംഗ്വേജ് ഈക്വൽ ടു ലാംഗ്വേജ്, ഈ ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തു. മൂന്നാമത്തെ പാരാമീറ്റർ സ്ലോ ആണ്. ഫാസ്റ്റിൽ പറയണം, സ്ലോയിൽ പറയണം. സ്ലോ എന്നുള്ളത് നമ്മൾ ഫാൾസ് ആക്കിയിട്ടു എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ സ്പീഡിൽ പറയാനായിട്ടാണ്. അപ്പോൾ സ്ലോ എന്നുള്ളത് ഫാൾസ് ആക്കി. ഇത് ട്രൂ ആക്കുവാണെങ്കിൽ വളരെ സ്ലോയിലേ പറയുള്ളൂ. അപ്പം ഈ GTTS ഉപയോഗിച്ചുകൊണ്ട്, ഈ പാക്കേജ് ഉപയോഗിച്ചുകൊണ്ട്, ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്പോൾ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് ഈ വേരിയബിൾ ഇവിടെ സ്റ്റോർ ചെയ്തു. ഇതാണ് സ്പീച്ച് എന്ന് പറയുന്നത്. ആ ഫയലാണ്, ഓഡിയോ ഫയലാണ്. എന്നിട്ട് സ്പീച്ച് ഡോട്ട് സേവ്, അത് സേവ് ചെയ്താൽ MP3 ഫയലായിട്ട് സേവ് ചെയ്തു. സ്പീച്ച് ഡോട്ട് സേവിൽ ഇവിടെ നമ്മൾ GTTS ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വേരിയബിളിലേക്ക് നമ്മൾ പറയേണ്ട ആ ഫയല് സേവ് ചെയ്യുകയാണ്. അതിൻ്റെ ഓഡിയോ ഫയൽ സേവ് ഓഡിയോ ഫയലാണിത്. ഇത് ഓഡിയോ സ്റ്റോർ ഹിയർ. ഇവിടെയാണ് ഓഡിയോ സ്റ്റോർ ചെയ്യുന്നത്, ഈ സ്പീച്ച് എന്ന് പറയുന്നിടത്ത്. എന്നിട്ട് ആ സ്പീച്ച് എന്ന് പറയുന്നതിന് ഡോട്ട് സേവ്, അത് MP3 ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ OS ഡോട്ട് സിസ്റ്റം ഉപയോഗിച്ച് ആ MP3 ഫയൽ പ്ലേ ചെയ്യുവാണ്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് വന്നു. അപ്പോൾ നമ്മളത് എവിടെയാണ് സ്റ്റോർ ചെയ്തതെന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഇതുണ്ടോ, നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന പൈത്തൺ പ്രോജക്റ്റ് ഇതുണ്ടോ, പൈത്തൺ പ്രോജക്റ്റ് 5 ആ പൈത്തൺ പ്രോജക്റ്റ്, ആ MP3 ഫയൽ അവിടെ പൈത്തൺ പ്രോജക്റ്റ് 5
ഇതുണ്ട് ഈ ഓഡിയോ ഇതാ ഈ ഓഡിയോയിൽ Vimal Jyothi Engineering College. നമ്മുടെ പൈത്തൺ പ്രോജക്റ്റ് 5 അതവിടെ ഒരു MP3 ഫയലായിട്ട് അവിടെ സേവ് ചെയ്ത് വെക്കും. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇവിടെ എന്താണോ എഴുതി കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ ഹലോ എന്ന് വെക്കുന്നു. ഹലോ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹലോ അവിടെ പ്രിൻ്റ് ചെയ്ത് വരും. ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ ഇപ്പം സ്പീച്ച് ചെയ്യും. Hello.